ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈരാറ്റുപേട്ടയിൽ നിന്ന് നമ്മൾ മാർമല കാണാൻ വന്നതാണ്. അപ്പോൾ അവിടുന്ന് വന്ന വഴിക്ക് റോഡിലൊരു ബോർഡ് കണ്ടു, ഫിഷി ലൈ അല്ലേ, ഫിഷി ലൈ ഫിഷ് ഫാം എന്നൊരു ബോർഡ് കണ്ടു. അപ്പോൾ അങ്ങനെ ഒരു ബോർഡ് കണ്ടിട്ടാണ് ഞാനിപ്പം ഇവിടെ ഇറങ്ങിയത്. ഇപ്പോൾ ഫാമിലിയായിട്ട് വന്നപ്പോൾ അവന് കുഞ്ഞിന് ഫിഷ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമുക്കങ്ങനെ അതായത് ജീവനോടെ ഒക്കെ മീനെ കൊടുക്കുന്നു എന്നിങ്ങനെ ഒരു ബോർഡ് കണ്ടു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ ഇവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു. ചേട്ടൻ്റെ പേരെന്നാണ് ചേട്ടാ? ജോജോ. ഓക്കെ, ചേട്ടൻ്റെ പേര് ജോജോ. അപ്പോൾ ചേട്ടനാണ് ഇവിടുത്തെ കാര്യം നടത്തിക്കൊണ്ടിരിക്കണേ? സ്റ്റാഫാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ ഏതൊക്കെ മീനുകളുണ്ട് ചേട്ടാ? വരാലുണ്ട്. സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ചേട്ടാ, അപ്പം എങ്ങനെയാണ് നമ്മൾ ഈ മീൻ എങ്ങനെ കിലോ കണക്കാണോ അതെങ്ങനെയാണ് നമ്മൾ? കിലോ അതെ, സിലോപ്പിയ. മറ്റേതാണല്ലോ റേറ്റ് ഇട്ടിട്ടില്ല. ഓക്കെ ഓക്കെ. അപ്പം ചേട്ടാ നമുക്ക് ഇതെങ്ങനെയാ, അത് നമുക്ക് ജീവനോടെ നമുക്ക് പാക്ക് ചെയ്ത് തരുവേ? ജീവനോടെ വേണ്ടവർക്ക് ജീവനോടെ പാക്ക് ചെയ്ത് തരും, അല്ലെങ്കിൽ ഡ്രസ് ചെയ്ത് തരും. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഡ്രസ്സിങ് ചാർജും കാര്യങ്ങളെല്ലാം ഇല്ല, എല്ലാം ഒറ്റ ചാർജായിട്ടാണ് വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഈ ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞേ? ജോജോ. അപ്പോൾ ഈ ജോജോ ചേട്ടനാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പം ഇതൊരു വലിയ ഫാമാണ് കേട്ടോ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡ്രസ്സിങ്ങിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. നമുക്കിവിടെ ഒരു മിനിറ്റ് ചേട്ടാ, ഇതൊന്ന് നോക്കിക്കോട്ടെ. ഇതിൻ്റെ അകത്ത് ഏതൊക്കെ കേട്ടോ ഇറങ്ങുന്നേ? ഇതും സിലോപ്പി തന്നെ അല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, സെയിലിന് വേണ്ടി പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് മീനുകൾ. ഇത് ചെറിയൊരു ടാങ്കിൽ ഇട്ടിരിക്കുന്നതാണ്. ഇത് സെയിലിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. അപ്പോൾ അത് വലുതല്ലേ? ഓക്കെ ഓക്കെ. അതാണ് വലിയ ടാങ്ക്. ഇവിടെ ഒരു എത്ര ടാങ്ക് ഉണ്ട് ചേട്ടാ നമുക്കിവിടെ? അപ്പോൾ നമുക്കിവിടെ മൊത്തം 4 ടാങ്കുകളുണ്ട്. അപ്പം അതിൻ്റെ അകത്തുനിന്ന് 3/4 ഏക്കർ. ഓക്കെ. അപ്പോൾ ഈ ഒരു ടാങ്കിലത്തെ മീൻ വലുതായി കഴിയുമ്പോൾ പിടിച്ചാൽ മനസ്സിലായിടും അല്ലേ? സെയിലിന് വേണ്ടി മാത്രം പിന്നെയും പിടിക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് സിലോപ്പിയ. ഇതിൻ്റെ പേരെന്നാ ചേട്ടാ? ഗിഫ്റ്റ് സിലാപ്പിയ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതാണ് മീൻ. അപ്പോൾ ഫ്രണ്ട്സ്, ആരെങ്കിലും ഈരാറ്റുപേട്ട മാർമല സൈഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ വാഗമൺ റോഡ് തന്നെ, വാഗമൺ റോഡിലേക്ക് വരുന്നുണ്ടെങ്കിൽ ജീവനോടെ, അതായത് ഫ്രഷായിട്ട് മീനെ പിടിച്ചു തരും. ജീവനോടെ നമുക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതും കൊണ്ടുപോകാം. അതല്ല ഡ്രസ്സിങ് കഴിഞ്ഞ് നമുക്ക് കുക്ക് ചെയ്യാനുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെയും ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതും അതുപോലെ തന്നെ വേറൊരു ടാങ്കാണ്. ഇവിടെ 2 ടാങ്ക് ഉണ്ട്. ഇവിടെ ഒരു ടാങ്ക്, നമ്മൾ ആദ്യം കണ്ട ഒരു ടാങ്ക്, ഇവിടെ വേറൊരു ടാങ്ക്. ഇതും അതുപോലെ തന്നെ മീനെ പിടിച്ചിട്ടിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനകത്ത് കൂടുതൽ മീനുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ ജസ്റ്റ് ചേട്ടൻ ഒരു ഓക്സിജൻ ഇത് കൊടുത്തിരിക്കുന്നതാണ്. നമ്മൾ അക്വേറിയത്തിലേക്ക് കൊടുക്കുന്നു പറഞ്ഞു അല്ലേ? ആ രീതിയിലേക്ക് കൊടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ നിറച്ച് മീനുകളുണ്ട്. കാണാമോ എന്ന് എനിക്കറിയില്ല. ഇതിനകത്ത് നിറച്ച് മീനുകളുണ്ട്. ഇതെല്ലാം സെയിലിന് വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. നമുക്ക് മുന്നോട്ട് പോകാം. അപ്പുറത്തെ നമുക്ക് മുന്നോട്ട് പോയി അവിടെ വരാലുണ്ടെന്നാണ് പറഞ്ഞു ചേട്ടൻ പറഞ്ഞാൽ. നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. മീൻ കാണണമെങ്കിൽ അപ്പുറത്തായിട്ട് അതാണെങ്കിൽ മീനിനെ തിരിക്കുക. അതിൻ്റെ അകത്ത് തീരാറായ അപ്പോൾ ഇതാണ് ഫാം. ചേട്ടൻ പറഞ്ഞേ 1, 2, 3, 4 ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതുപോലെ ഇതിൻ്റെ അകത്ത് നിറച്ചും. ചേട്ടാ, ഇത് തന്നെ മൊത്തം പഴുതയാണോ? ഇത് കുഴിച്ചിട്ട് അല്ല, പ്ലാസ്റ്റിക് അല്ലാത്ത ടൈപ്പ് അല്ലേ? ഇത് മൊത്തം എത്ര ഏക്കറുണ്ട് ചേട്ടാ? ഇത് 3/4 ഏക്കർ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഇതിനേട്ടാ ഈ വെള്ളം വരുന്നത് എങ്ങനെയാട്ടാ? ചെറിയൊരു കുളമുണ്ടല്ലേ? അപ്പം ഇതാണ് ഒരു കുളമായിട്ട്, ഒരു കുളം ഇത് പൊങ്ങി വന്നേനെ. ഓക്കെ. അപ്പോൾ ചേട്ടാ, നമുക്ക് മീനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചേട്ടൻ ഇതിനകത്ത് നിന്ന് പിടിച്ചിട്ടിരിക്കുന്ന മീനാണ് നമുക്ക് ടാങ്ക് ഇട്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ടാങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് നമുക്ക് പിടിച്ചു തരുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ഇതിനകത്ത് എങ്ങനെ നിങ്ങൾക്ക് വലയിട്ട് പിടിക്കുക? എങ്ങനെ അത് വലയിട്ട്? ഈ വലയിട്ട് അല്ലേ? ഓക്കെ ഓക്കെ. ആ വല ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വളച്ചിട്ട് അങ്ങനെ അങ്ങ് വളച്ചപ്പോൾ ആ ഒരു മൂല അങ്ങോട്ട് വലയ്ക്കാത്ത. ഓക്കെ ഓക്കെ.
ഞാൻ തീറ്റ എടുത്തോണ്ട് വരാം. അത് ഇപ്പൊ തീറ്റ കൊടുത്തത് കൊള്ളാം, അല്ലെങ്കിൽ പൊങ്ങി വന്നേനെ. അപ്പോൾ ഫ്രണ്ട്സ്, ചേട്ടൻ അല്പം തീറ്റ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് മീനെ കാണാൻ പറ്റുവാണെങ്കിൽ അത് നല്ലൊരു കാര്യമല്ല. നമുക്കൊന്ന് കാണാം. ഫ്രണ്ട്സ്, ചേട്ടൻ തീറ്റയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെങ്ങനെയാ തീറ്റയൊക്കെ? 3 നേരം. ഇത് എന്നെ കൊടുക്കുന്ന സംഭവം എന്തുവാ? ഫിഷ് തീറ്റ എന്ന് പറയുന്ന സംഭവം അല്ലേ? ആയില്ലല്ലേ. ഞാനിപ്പോൾ അവിടെ ബോർഡ് കണ്ടപ്പോഴാണ് അപ്പം ഫ്രഷായിട്ട് ജീവനോടെ കൊടുക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റിങ്. അപ്പോൾ നമുക്ക് എന്താ ഫ്രഷ് സാധനം കിട്ടുമല്ലോ എന്നൊരു ഇതിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് കണ്ടപ്പോഴേക്കും. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പാണ് ചേട്ടൻ തീറ്റ കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഈ മീനെ കാണാത്തത്. മീനുകൾ വന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ റേറ്റ് നമുക്ക് ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല. താഴ്ച ഒത്തിരി ഉണ്ട്, വെള്ളത്തിന് താഴ്ച ഒത്തിരി ഉണ്ട്. ഇതൊരു 5 അടി വെള്ളമൊക്കെ ഉള്ളൂ. ഇതൊക്കെ അതിനകത്ത് മീനെ ഇഷ്ടംപോലെ കാണാം. നമുക്കൊന്ന് പോയി അവിടെ വരെ കാണാൻ പറ്റുമോ ചേട്ടാ? അപ്പോൾ ഫ്രണ്ട്സ്, അപ്പുറം അങ്ങേയറ്റത്തുള്ള 4ാമത്തെ ഇതിൻ്റെ അകത്താണ് കൂടുതലുള്ളതെന്ന് പറഞ്ഞ് മീൻ കൂടുതലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പോയി കണ്ടിട്ട് തിരിച്ചു വരാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് രണ്ടുമാണ് ഇപ്പം നമ്മൾ രണ്ട് കുളം കണ്ടത്. അവിടെ 2 കണ്ടു. ഇത് 3ാമത്തെ. ഇതിൽ ചെറിയ മീനുകളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലുള്ള മീനുള്ള അങ്ങോട്ട് പോകുന്ന നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഏറ്റവും കൂടുതലുണ്ടെന്ന് പറഞ്ഞത്. തീറ്റ ഇട്ട് കൊടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ അകത്ത് ഇത് മാത്രമേ ഉള്ളൂ ചേട്ടാ? ജിലോപ്പി മാത്രമേ ഉള്ളൂ? ആണല്ലേ? അത്യാവശ്യം വലിപ്പമായിണ്ട്. കണ്ട എന്റെ മോൻ കഴിക്കണ മീമി കണ്ട? സിലോപ്പിയനെ കണ്ട? സിലോപ്പിയനെ അത് ചക്രം വെറുതെ കിടക്കുന്നത്. ഈ ജലചക്ര എന്തിനുള്ളതായിട്ടാ? ഓക്സിജൻ ചെയ്യാൻ. അതല്ലേ? ഇതൊക്കെ നൈറ്റ് കണ്ടിന്യൂസ് ആയിട്ട് കൊടുത്തോണ്ടിരിക്കും ചേട്ടാ? സെന്ററിലൊരു വാല് വെച്ച് അതിന് ഹോൾ ഇട്ടേക്കും അടിയിൽ, മീൻ പോകാത്ത രീതിയിൽ. അത് കഴിഞ്ഞ് അതിന്റെ കണക്കിന് പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇവിടെ വാൽവ് വെച്ചേക്കും.
അപ്പൊ നമുക്കിത് എത്ര നാൾ കൂടുമ്പോ ചേഞ്ച് ചെയ്യണം? ഇത് ഒരു ആഴ്ചയിൽ ഒരു ട്രിപ്പ് ഇതിന്റെ വേസ്റ്റ് അടിയുന്നത് ഓ, ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യണല്ലേ? വെള്ളം ചേഞ്ച് ചെയ്യത്തില്ല. സെൻട്രൽ ഒരു 1/2 മീറ്റർ മിക്കം താഴ്ച കൂടുതൽ ഇത് അങ്ങനെ തിരിഞ്ഞാൽ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ വേസ്റ്റ് ഉള്ളത് സെൻട്രൽ വന്നിട്ട്. അതെല്ലേ. അപ്പൊ ഈ pH ലെവലൊക്കെ ചെക്ക് ചെയ്യണോ? മറ്റേ മെഷീൻ അത് ചെക്ക് ചെയ്യണല്ലേ? ആ, ഓക്കെ. അതിന്റെ പിന്നെ പുള്ളിയുടെ വീട്ടിൽ തന്നെ ലാബ് ഉണ്ട്, ലാബ് ഉണ്ട് അല്ലേ ചെക്ക് ചെയ്യാനായിട്ട്. അത് ശരി. ഇത് ഇത്രയും ഈ ഏരിയ മുഴുവൻ മീനാ വന്നത്. കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേറി വരും. കണ്ടോ ചെക്കസ്? അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് സംഭവം. നമ്മൾ ഓൾറെഡി ചേട്ടൻ തീറ്റ കൊടുത്തായിരുന്നു. എങ്കിലും നമുക്ക് വേണ്ടി ചേട്ടൻ ഒന്നുകൂടെ നമ്മളെ കാണിക്കാൻ വേണ്ടി മീനിനെ, അപ്പോൾ കുഞ്ഞുണ്ട്. അപ്പം നമ്മളെ കാണിക്കാൻ വേണ്ടി ചേട്ടൻ ഒന്നുകൂടെ തീറ്റ ഇട്ടതാണ്. തീറ്റ കൊടുത്ത് ഇഷ്ടം പോലെ മീനുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കുളത്തിലാണ് ഏറ്റവും കൂടുതൽ മീനുകൾ ഉള്ളത്. അപ്പം ആരെങ്കിലും ഈ വഴിക്ക് വരുന്നുണ്ടെങ്കിൽ, വാഗമൺ വഴിക്ക് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ഉൾപ്പെടെ ഞാൻ താഴെ കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഡയറക്റ്റ് ഇവിടെ വരികയും ചെയ്യാം. ഫ്രഷായിട്ട് ജീവനോടെ അതെല്ലാം ഡ്രസ്സ് ചെയ്ത് വേണമെങ്കിൽ ഡ്രസ്സിങ് എങ്ങനെ വേണമെങ്കിലും ചേട്ടൻ ഇവിടെയുള്ള ചേട്ടൻ ചെയ്തു തരുന്നതായിരിക്കും. 2 പേര് അവധിയാണ്. ഓക്കെ. നമ്മളിനി എവിടുന്ന ടാങ്കിൽ നിന്ന് ടാങ്കിൽ നിന്ന് വലിച്ച് മീൻ പിടിക്കാം. ഒരു 200 ഗ്രാമൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയിപ്പോ ഒരു മാസത്തിനുള്ള ഈ മീനെ പിടിച്ച് നമ്മൾ അതിലേക്ക് ഇടും. ഓ, അങ്ങനെയാണ്. അപ്പൊ ഈ വലിയ, അതായത് ഈ വലിയ കുളത്തിലുള്ള മീനിനെ വലുതായി കഴിയുമ്പോഴത്തേക്ക് പിടിച്ച് അങ്ങോട്ടിടും. വളരാനുള്ള ഏരിയ പോരാ. ഇതിന് റെഡ് ഉണ്ടോ? ഹായ് ഫ്രണ്ട്സ്, വേറൊരു കാര്യം കൂടെ. അതിൻ്റെ അകത്ത് വെറൈറ്റി ആയിട്ട് ഇതും വരാൻ തന്നെയല്ലേ? ആ, ഓക്കെ ഓക്കെ ഓക്കെ. ഇത് പല കളറിലുള്ളതുണ്ട്. ശരിയാ, അതിന്റെ അതേ ഷേപ്പ് ഒക്കെ തന്നെ, പക്ഷെ കളർ റെഡ്. ഞാൻ ഫസ്റ്റ് ടൈമാ കാണുന്നത്. അത് ശരി, ഉണ്ടായിരിക്കും. അതെ അല്ലേ. പിന്നെ നമുക്ക് വിളവെടുപ്പ് എടുക്കാനായിട്ട് എത്ര മാസം സമയം വേണം ചേട്ടാ? നമുക്ക് ഇതിന് എത്ര? 1/2 കിലോ. 5 മാസം കൊണ്ട് 1/2 കിലോ അല്ലേ? കൊടുത്താല് ഒത്തിരി പേര് വരുന്നുണ്ട് തോന്നുന്നു. വേറെ എങ്ങും കൊടുക്കുന്നില്ല അല്ലെ? ഇവിടുന്ന് തന്നെ പോകുന്നേ ഉള്ളൂ. ഓ, രാവിലെ സമയം. ഒരു മീന് ചീഞ്ഞുണ്ടെന്നാ? എവിടെയാ ചീഞ്ഞത് കണ്ടേ? ഒത്തിരി വരുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സൗണ്ട് കേൾക്കുമ്പോഴേ വരും അല്ലേ? റെഡും ബ്ലാക്ക്. നിങ്ങളുടെ കളർ കാണുമ്പോഴത്തേക്കല്ലേ? അപ്പോൾ ഫ്രണ്ട്സ്, ചേട്ടന് ഈ നടക്കുന്നതനുസരിച്ച് അതിൻ്റെ കൂടെ തന്നെ മീനുകളും ചേട്ടൻ്റെ, അതായത് ചേട്ടൻ്റെ ഉടുപ്പിൻ്റെ കളർ കാണുമ്പോൾ അതിൻ്റെ പുറകെ തീറ്റ എന്നുള്ള രീതിയിലാണ് അതുങ്ങൾ അങ്ങോട്ട് പോകുന്നത്. ചേട്ടാ, ഒരു കാര്യം ചോദിച്ചു. ഇപ്പം നമ്മൾ സാധാരണ ഒരു കുളത്തിൻ്റെ ആദ്യത്തെ നമ്മൾ ഇതിടുമ്പോഴത്തേക്ക് എത്ര മീനുകളെ നമ്മളൊരു ഇതിനകത്ത് ഇടുന്നത്? കുഞ്ഞുങ്ങളായതുകൊണ്ട് 30,000. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മറ്റേ ഇതിലേക്ക് മാറ്റും അല്ലേ? ഇതിന്റെ വലിയ കുളത്തിലേക്ക് മാറ്റും. അപ്പോൾ ഒരു സംശയം ചോദിച്ചേട്ടാ, ഇപ്പം ഈ 30,000 ഇതിനകത്ത് ഇട്ടുമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഒരു എത്ര 200 ഗ്രാമോ? 200 ആയി കഴിയുമ്പോഴത്തേക്കാണ് പകുതി എടുത്ത് മാറ്റുക? അങ്ങനെ അത് മൊത്തത്തോടെ മാറ്റുവാണ്. അത് ഫ്രീ ആവും. അങ്ങോട്ട് അങ്ങോട്ട് മാറ്റും അല്ലേ? കിട്ടാതെ വരും.
പക്ഷെ റെഡ് നമ്മള് പറഞ്ഞിട്ട് വന്നേക്കുന്നുണ്ട് ഇതിന്റെ ഇടയ്ക്ക് കയറി വന്നു. ഇത് ശരിക്കും നമ്മുടെ ഗോൾഡ് ഫിഷിന്റെ ഒക്കെ ഒരു കണ്ടാൽ അല്ലേ ലുക്ക് തന്നെ. റെഡ് കൂടുതലും നമ്മള് വിൽക്കാൻ വേണ്ടി പിടിച്ചിട്ടേക്കുന്ന ജീവനോടെ തന്നെ കൊണ്ടുപോയത്. അതെ ഫ്രണ്ട്സ്, അതൊരു പ്ലസ് പോയിന്റ് ആണ്. കാരണം നമ്മൾ സിലോപ്പി ആണെങ്കിൽ പോലും എന്താ പറയുക, കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് അത് തന്നെ കണ്ടാൽ പറയുകയല്ല സിലോപ്പി ആണെന്ന്. നമ്മുടെ ഗോൾഡ് ഫിഷിന്റെ ആ ഒരു സെയിം കളറും ആ ഒരു ഇതുമാണ് വന്നിരിക്കുന്നത്. അത്രേ വരുള്ളൂ അല്ലേ? അത് തന്നെയാ അത് ആൾക്കാര് അക്വേറിയത്തിലിടാൻ കൊണ്ടുപോകുന്നത്. അധികം എത്രയാ വരുന്നത് ചേട്ടാ? 260 രൂപ. അപ്പോൾ ഫ്രണ്ട്സ്, പെർ kg 260 രൂപയാണ് മീനിൻ്റെ വില പറഞ്ഞിരിക്കുന്നത്, ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ഏതായാലും ഫ്രഷ് മീനിനെ കിട്ടിയതാണ്. ഫ്രഷ് മീനിനെയും കുറിച്ച് നമുക്ക് മേടിച്ചുകൊണ്ട് വീട്ടിൽ പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് മീനെ പിടിക്കാനായിട്ടാണ്. അപ്പോൾ ചേട്ടൻ നമുക്ക് വേണ്ടി കുറച്ച് മീനെ പിടിക്കുവാണ്. തിലാപ്പിയ ഫ്രഷ് മീനെ നമുക്ക് പിടിച്ചോണ്ട് പോകാം. മീൻ കിട്ടീനു കണ്ടോ? പിന്നെ ഇത് പക്ഷെ ഒത്തിരി ഉണ്ടെന്നോണല്ലേ. ഒരു മീൻ ഏകദേശം എത്ര കിലോ ആണ് ചേട്ടാ സാധാരണ? ഇതാണ് ഫ്രഷ് മീൻ, തിലോപ്പിയ. ഫ്രഷ് മീനെ പിടിച്ചിട്ടിരിക്കുന്നതാണിത്.